ഞാൻ വളരെയധികം വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു കേട്ടോ ഈ ഡിസംബർ ആവാൻ വേണ്ടിയിട്ടും ഈ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ലൈറ്റ് ഫെസ്റ്റിവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടേ. എനിക്കിതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോവും കേട്ടോ. വലിയ ദൂരമൊന്നും ഞാൻ പോവാറില്ല, നമ്മളെ അടുത്ത് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കാണാനേ പോവാറുള്ളൂ. കഴിഞ്ഞ വർഷത്തേനേക്കാളും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാല് കുത്താൻ സ്ഥലമില്ല എന്ന് തന്നെ പറയാം, അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ വലിപ്പത്തിലുള്ള ഡെക്കറേഷൻ ആയതുകൊണ്ട് തന്നെ എത്ര ആളുണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. ഇതൊരു സ്റ്റെയിൻഡ് ഗ്ലാസ് എഫക്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെക്കറേഷനായിരുന്നു. നല്ല കളർഫുള്ളായിട്ടുള്ള തീമായിരുന്നു. തികച്ചും സൗജന്യമായാണ് ഈ പ്രദർശനം. കേരള ടൂറിസം വകുപ്പാണ് കേട്ടോ ഇത് സംഘടിപ്പിക്കുന്നത്. ഇത്രയും തിരക്കിലൂടെ ഞാൻ ഒരിക്കലും കോഴിക്കോട് ടൗണിലൂടെ യാത്ര ചെയ്തില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ബസ് കയറാൻ വന്ന സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു. എങ്ങനെയാ ബസ്സിലൊക്കെ ഒന്ന് കയറി ഇടം പിടിച്ചതെന്ന് എനിക്ക് തന്നെ അറിയുള്ളൂ. കഴിഞ്ഞ തവണ ഞാൻ മോളെ ഈ ലൈറ്റ് ഫെസ്റ്റിവൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്തവണ അവളെയും കൂട്ടിയത്. എന്തായാലും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ലൈറ്റ് ഫെസ്റ്റിവൽ.